ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ അടുത്തൊരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് പഠിക്കുന്നത്. നോക്കിയാട്ടെ, സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഷോ ദ, അത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഷോ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആസ് ദ ലിമിറ്റിംഗ് ഫോം ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ എക്സാമിന് ചോദിച്ച സ്റ്റേറ്റ്മെന്റ് ഇതാ ഇവിടെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഞാനിവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിനാണ് ഷോർട്ട് ഫോം ആയിട്ട് BD എന്ന് കൊടുത്തേക്കുന്നത്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് PD എന്ന് കൊടുത്തേക്കുന്നത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ ഷോർട്ട് ഫോം ആണ് PDF എന്ന് കൊടുത്തേക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ വായിച്ചോണേ. അപ്പൊ നോക്കിയട്ടെ, അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടെൻഡ്സ് ടു ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ when n tends to infinity and p tends to 0 such that n be equal to lambda. അതായത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിലോട്ട് ടെൻഡ് ചെയ്യും എപ്പോൾ n എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യുന്നു. അതേസമയം തന്നെ p ടെൻഡ്സ് ടു 0 ആയിരിക്കും. ഏത് കണ്ടീഷൻ? അവിടെ n b is equal to lambda ആകുമ്പോൾ ഈ കണ്ടീഷനകത്ത് ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങോട്ട് ടെൻഡ് ചെയ്യുമെന്ന് പറയാം? പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിലോട്ട് ടെൻഡ് ചെയ്യുമെന്ന് പറയാം. അവിടെ നമുക്ക് ഈ കണ്ടീഷൻ ഈസ് ഫൈനൈറ്റ് ആയിരിക്കും. കണ്ടീഷൻ ഫൈനൈറ്റ് ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിത് എക്സാമിന് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ മതി. ഇതിനകത്ത് നമുക്ക് ചില കോഴ്സുകൾക്ക് ഇതിന്റെ പ്രൂഫും കൂടെ പഠിക്കാനുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴോട്ടുള്ള പ്രൂഫ് പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പ്രൂഫ് ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ, അതായത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫോം ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് തെളിയിക്കണമെങ്കിൽ എന്ത് തെളിയിച്ചാൽ മതി? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിലോട്ട് ടെൻഡ് ചെയ്യുന്നു അണ്ടർ ദ കണ്ടീഷൻ. അതായത് ഈ തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഇല്ലേ, ആ കണ്ടീഷൻ അനുസരിച്ച് ആ കണ്ടീഷനിലോടുകൂടി എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടീഷൻ എന്തായാലും n tends to infinity and p tends to 0 ആയിരിക്കും such that n be equal to lambda. ഈ ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിലോട്ട് ടെൻഡ് ചെയ്യുന്നു എന്ന് തെളിയിച്ചാൽ മതി. അങ്ങനെ തെളിയിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ഓക്കെ, അപ്പം അത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്തെടുക്കുന്നു? ലെറ്റ് f of x be the probability density function of the binomial distribution. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ആരെ എടുക്കുന്നു? f of x നെ എടുക്കുന്നു. അപ്പൊ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് ഇതായി കൊടുത്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. f of x ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതാൻ പഠിച്ചേക്കുന്നത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്കറിയാം. NCx p raised to x into q raised to n minus x ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അവിടെ എക്സിന്റെ കണ്ടീഷൻസ് ഓർത്ത് വെച്ചുള്ള 0 1 2 3 എക്സെട്ര n-1 ആണ്. ഈ ഒരു ഡെഫിനിഷനെ തന്നെ ചില ടെക്സ്റ്റിനകത്ത് NCx-നെ ഇങ്ങനെയും എഴുതാറുണ്ട്. ചില ടെക്സ്റ്റിനകത്ത് രണ്ടിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. രണ്ടും സെയിം ആണ്. NCx p raised to x into q raised to n minus x എന്ന് ചില ടെക്സ്റ്റിൽ ഈ ഒരു നൊട്ടേഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്കറിയാവുന്ന കണ്ടീഷൻ p plus q equal to 1 ആണ്. p plus q 1 ആണ്. അതിൽ q is equal to എന്ത് വരും? 1 minus p ആയിരിക്കും വരുന്നത്. അപ്പം ഇവിടുത്തെ q ന് വരെ 1 minus p ഇട്ട് കൊടുത്താൽ എന്ത് വരും? NCx p raised to x into q ന് വരെ 1 minus p കൊടുത്താൽ 1 minus p raised to n minus x വരും. x ന്റെ വാല്യൂ 0 1 2 3 എക്സെട്ര n ആയിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആദ്യ ഡെഫിനിഷൻ കൊടുക്കാം. NCx ന്റെ എക്സ്പാൻഷൻ കൊടുക്കുന്നു. NCx ന്റെ എക്സ്പാൻഷൻ n into n minus 1 into n minus 2 into എക്സെട്ര n minus of x minus 1 by x factorial. ഇതാണ് NCx ന്റെ എക്സ്പാൻഷൻ. അതിന്റെ കൂടെ ആരുണ്ട്? p raised to x into q raised to n minus x ഉണ്ട്. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരും n minus x minus 1 നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ n minus x plus 1 വരും. ഓക്കെ ആണോ? n minus x plus 1. അപ്പൊ n into n minus 1 into n minus 2 എക്സെട്ര n minus x plus 1 into p raised to x into q എന്നല്ല, നമ്മൾ 1 minus p എന്ന് കൊടുക്കണേ. q എന്ന് കൊടുക്കണ്ട, 1 minus p എന്ന് കൊടുക്കാം. 1 minus p raised to n minus x വരുന്നു by x factorial വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ n minus 1 മുതൽ n minus x plus 1 വരെയുള്ള എല്ലാ ടേമിൽ നിന്നും നമ്മൾ ആരെ പുറത്തെടുക്കണം? ഒരു n നെ പുറത്തെടുക്കണം. n നെ പുറത്തെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ ബ്രാക്കറ്റിലെ ടേമിനെ n കൊണ്ട് എന്തിനാ ഡിവൈഡ് ചെയ്യണം.
അപ്പം ഓൾറെഡി നമുക്ക് ബ്രാക്കറ്റിന്റെ വെളിയിൽ ഒരു n കിടപ്പുണ്ട്. അപ്പം ഈ n-1 മുതൽ n-x+1 വരെയുള്ള ടേമിനകത്തുനിന്ന് നമ്മൾ n-നെ പുറത്തെടുക്കുമ്പോൾ എത്ര n പുറത്തു വരുന്നറിയോ? ടോട്ടൽ n⁻x−1n പുറത്തു വരും. മനസ്സിലായോ? ഈ n-1 മുതൽ n-x+1 വരെയുള്ളതിനകത്തുനിന്ന് ഈ ആദ്യം കിടക്കുന്ന എന്നുകളെ പുറത്തെടുത്താൽ മൊത്തം n⁻x−1n പുറത്തു വരും. ഓൾറെഡി വെളിയിൽ ഒരു n⁻1 ഉണ്ട്. ഇനി നമ്മൾ ഈ പുറത്തെടുക്കുന്ന n കൊണ്ട് ഈ ഓരോ ബ്രാക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ ബ്രാക്കറ്റിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1-1/n വരുന്നു. രണ്ടാമത്തെ ബ്രാക്കറ്റിനെ n കൊണ്ട് ഡിവൈഡ് 1-2/n വരുന്നു. അങ്ങനെ എക്സെട്ര ലാസ്റ്റ് ബ്രാക്കറ്റിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 1-x+1 വരുന്നു അല്ലെ. 1-x−1 വരുന്നു. ഇവിടെ മൈനസ് കോമൺ ആണ്. അപ്പൊ മൈനസ് വെച്ച് ബ്രാക്കറ്റ് മൈനസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? -(x−1) എന്നാണ്. മൈനസ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ -x+1 ആയിക്കോളും. ഓക്കെ, അപ്പൊ 1-x−1 വരുന്നു അല്ലെ. ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഹോൾ ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ ഉണ്ട് ഇൻറ്റു p⁻x ഇൻറ്റു q⁻n 1-p അറിയാതെ എഴുതി പോകുന്നതാണ്. 1-p⁻n-x വരുന്നു. ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആയോ? അപ്പം n⁻1 ഉണ്ട്. ഇതിൽ നിന്നെല്ലാം n പുറത്തെടുത്താൽ n⁻x−1 പുറത്തു വരും. പിന്നെ ബ്രാക്കറ്റുള്ള ഓരോ ടൈമിനെയും n വെച്ച് ഡിവൈഡ് 1-1/n 1-2/n അങ്ങനെ എക്സെട്ര. ഇവിടെ n-(x+1) അല്ലേ, അതിനെ നമുക്ക് n-(x−1) എന്ന് എഴുതാം. അപ്പം ഇതിനെ n വെച്ച് ഡിവൈഡ് 1-x−1/n വരും. അതാണ് ഈ ലാസ്റ്റ് 1-x−1/n വരും ഇൻറ്റു p⁻x ഇൻറ്റു 1-p⁻n-x വരും. ഇത്രയൊക്കെ ആണല്ലോ. അപ്പം ഇതാണ് ഇപ്പൊ നമ്മുടെ f(x) ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ f(x) ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കിയാട്ടെ. ഈ സ്റ്റെപ്പ് വരെ ഇപ്പൊ ഞാൻ പറഞ്ഞത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു n⁻x ഉണ്ട്, ഇവിടെ ഒരു p⁻x ഉണ്ട്. കണ്ടോ? അത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ചാക്കാം. എങ്ങനെയാക്കും? n⁻x ഇൻറ്റു p⁻x അല്ലേ, അതിനെ നമുക്ക് ഒന്നിച്ചാക്കിയിട്ട് np⁻x എന്ന് എഴുതാം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ കൊടുത്തേക്കുന്നത്. ബാക്കിയൊന്നും മാറ്റില്ല, അതിനെ മാത്രം നമ്മൾ ഒന്നിച്ചാക്കി np⁻x കൊടുക്കും. ബാക്കി 1-p⁻n-x ഉണ്ട്. താഴെ x ഫാക്ടോറിയൽ ഉണ്ട്. മുകളിൽ 1-1/n ഇൻറ്റു 1-2/n ഇൻറ്റു എക്സെട്ര 1-x−1/n വരും. ഇതാണ് നമ്മുടെ f(x) എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നമ്മുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് ഈ f(x) എന്ന് പറയുന്നത് ആരുടെ f(x) ആക്കി മാറ്റണം? പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ f(x) ആക്കി മാറ്റണം. ഓക്കെ, അപ്പൊ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ടി ഒന്നാമത്തെ കണ്ടീഷൻസ് എന്താണ്? n⁻∞ ആകുമ്പോൾ ഈ മുകളിൽ കിടക്കുന്ന ടേമിനെ നമുക്ക് എടുക്കാം. ഏതാ? ഈ 1-1/n മുതൽ 1-x−1/n ഇത്രയും ടേമിനകത്ത് നമ്മൾ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ഇത്രയും ടേമിനകത്ത് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് നോക്കിയാട്ടെ. അതായത് n⁻∞ ആണെന്ന് അറിയാം. അപ്പൊ n⁻∞ ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് n⁻∞ ആകുമ്പോൾ 1/n ന്റെ വാല്യൂ 0 ആണ്. നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് n⁻∞ ആകുമ്പോൾ 1/n 0, അതായത് 1/∞ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ n⁻∞ ആകുമ്പോൾ 1-1/n അതിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. 1-2/n അതിന്റെ വാല്യൂ എത്ര ആയിരിക്കും? ഇവിടെ 1/n ലിമിറ്റ് n⁻∞ 1/n എന്നുള്ളിടത്ത് 1ന്റെ സ്ഥാനത്ത് 1-ഓ 2-ഓ 3-ഓ ഏത് വേണമെങ്കിലും വരാം. ഡിനോമിനേറ്ററിൽ n ആവണം എന്നുള്ളേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ ടേമിന്റെയും ലിമിറ്റ് n⁻∞ ആകുമ്പോൾ ഈ എല്ലാ ടേമും എങ്ങോട്ടായിരിക്കും ടെൻഡ് ചെയ്യുന്നത്? 1-ലോട്ടായിരിക്കും ടെൻഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ n⁻∞ കൊടുക്കുമ്പോൾ ഈ പ്രോഡക്റ്റ് എത്രയാവും? n⁻∞ ആകുമ്പോൾ ഈ പ്രോഡക്റ്റ് ഈക്വൽ ടു 1 ആവും. മനസ്സിലായി? n⁻∞ ആകുമ്പോൾ ഈ പ്രോഡക്റ്റ് എത്ര ആയിട്ട് മാറും? ഈ പ്രോഡക്റ്റിന്റെ വില 1 ആവും. ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമുക്ക് ഈ രണ്ട് ടേമിന്റെ വില കണ്ടുപിടിക്കണം. ഇനി അടുത്ത കേസ് എന്താണ്? np = λ ആണെന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. np λ ആണെങ്കിൽ p യുടെ വാല്യൂ എന്തായിരിക്കും? λ/n ആയിരിക്കും. അതും അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ആരാണ്? അപ്പൊ np യുടെ വാല്യൂ λ ആണെന്ന് കിട്ടി. അപ്പൊ അത് λ⁻x ആവും. np യുടെ വാല്യൂ λ ആണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? ഇത് λ⁻x ആവും. ഇനി നമുക്ക് 1-p⁻n-x നെയാണ് മാറ്റേണ്ടത്. അപ്പം ലിമിറ്റ് n⁻∞ 1-p⁻n-x ഈക്വൽ ടു ലിമിറ്റ് n⁻∞ 1 - pക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തു? λ/n കൊടുത്തു. അപ്പൊ ദാ ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്. ലിമിറ്റ് n⁻∞ 1 - p⁻n-x ആണ് അല്ലെ. അപ്പൊ
അപ്പൊ 1 മൈനസ് പി റേസ് ടു n മൈനസ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് പിക്ക് വരെ ലാംഡ ബൈ n കൊടുത്തു അല്ലെ, പിക്ക് വരെ ലാംഡ ബൈ n റേസ് ടു n മൈനസ് എക്സ് എന്നാണ് വരേണ്ടത്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 1 മൈനസ് ലാംഡ ബൈ n റേസ് ടു n ഇൻറ്റു 1 മൈനസ് ലാംഡ ബൈ n റേസ് ടു മൈനസ് എക്സ് എന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ലിമിറ്റ് എന്ത് കിടപ്പുണ്ട്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കിടപ്പുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ രണ്ട് ടേമിനും ലിമിറ്റ് സെപ്പറേറ്റ് കൊടുത്തു. അതാണ് ഇതായി എഴുതിയിരിക്കുന്നത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n റേസ് ടു n ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n റേസ് ടു മൈനസ് എക്സ് എന്ന് വന്നു. ഓക്കെ ആണോ? അപ്പൊ നോക്കിയേ, ഈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n റേസ് ടു മൈനസ് എക്സ്, ഇതിന്റെ പവർ ഏതാ? നമ്മൾ ഇവിടെ തെളിയിച്ചു കാണിച്ചു. എന്താണ് ഇത്? ഇത്രയും വന്നാൽ ഈ 1 മൈനസ് 1 ബൈ ഇതിന്റെ എല്ലാം ലിമിറ്റിംഗ് വാല്യൂ ആ n ടെൻസ് ടു ഇൻഫിനിറ്റി ആവും. അതിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടു? 1 ആണെന്ന് കണ്ടു. അപ്പൊ നമുക്കിത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n റേസ് ടു മൈനസ് എക്സ് അല്ലേ? അപ്പൊ അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എത്ര ആയിരിക്കും? n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ലാംഡ ബൈ n 1 ബൈ n അല്ലേ? 1 ബൈ ഇൻഫിനിറ്റി 0 അല്ലേ? അപ്പം ഇതിന്റെ വാല്യൂ 1 റേസ് ടു മൈനസ് എക്സ് ആണ്. 1ന്റെ പവർ ഏത് വന്നാലും ആൻസർ 1 ആണ്. അപ്പൊ ഇതിന്റെ ലിമിറ്റിംഗ് വാല്യൂ 1 വരും. ഓക്കെ, ഇനി ഇതാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ n റേസ് ടു n ആണ്. ഇതിന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇതിന്റെ റിസൾട്ട് എത്രയാണ്? ഇ റേസ് ടു മൈനസ് ലാംഡ ആണ്. ഓക്കെ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n റേസ് ടു n. ഇതിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഇ റേസ് ടു മൈനസ് ലാംഡ കൊടുക്കാം. അപ്പം ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 1 ഈക്വൽ ടു എത്ര വരും? ഇ റേസ് ടു മൈനസ് ലാംഡയും വന്നു. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഈ ഫംഗ്ഷനകത്ത് 1 മൈനസ് പി റേസ് ടു n മൈനസ് എക്സ്, അതിന് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇതിന്റെ റിസൾട്ട് നമുക്ക് എത്ര വന്നു? ഇ റേസ് ടു മൈനസ് ലാംഡ വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാൻ നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പില് ആ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താവും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു. റൈറ്റ് സൈഡ് ലാംഡ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് വരും. എക്സിന്റെ വാല്യൂ 0 1 2 3 എക്സെട്ര ഇൻഫിനിറ്റി, അല്ലാത്ത കേസിൽ 0 എൽസ്വെയറും വരും. ഇതെന്ന് പറഞ്ഞാൽ ആരുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്? പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടെൻഡ്സ് ടു ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും അണ്ടർ ദീസ് കണ്ടീഷൻ. നമുക്ക് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങോട്ട് ടെൻഡ് ചെയ്യുന്നു എന്ന് കിട്ടി? പോയിസോൺ ഡിസ്ട്രിബ്യൂഷനോട് ടെൻഡ് ചെയ്യുന്നു എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഇല്ലേ? അപ്പം ഇത് എക്സാമിന് പ്രൂഫ് ചോദിച്ചാൽ ഇങ്ങനെ വേണം പ്രൂഫ് പഠിക്കാനായിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിന് വേറെ 1 കൊടുത്തു. ഇത് ലാംഡ റേസ് ടു എക്സ് ആയി, ഇത് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പൊ പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, പ്രൂഫ് ചോദിച്ചാൽ ഇങ്ങനെ വേണം എക്സാമിന് പ്രൂഫ് എഴുതാനായിട്ട്. പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ പാർട്ടിലാണ് പ്രൂഫ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ.